ഒരു ഖബർ പൊന്തി. എന്താണത്? ആ ഖബർ ഉടുതുണിയെടുക്കാത്ത, പിന്നെ മുസ്ലിം അല്ലാത്ത, രുദ്രാക്ഷമാല കെട്ടിയ, ഓങ്കാരം ജപിക്കുന്ന ദാമോദരൻ എന്ന് പറയുന്ന ഒരു അണ്ണാച്ചി. ആ ദാമോദരൻ കുറേ കാലം കുപ്പയിൽ വന്നപ്പോൾ കുപ്പസ്വാമിയായി മാറി. ആ കുപ്പസ്വാമിയെ ആളുകൾ ഇങ്ങനെ ആദരിച്ചു. മുസ്ലിങ്ങൾ ഓച്ചിറ ഉപ്പുപ്പ എന്ന് വിളിക്കാൻ തുടങ്ങി. അവസാനം അതിനെ പരിപാലിച്ച ഒരു സ്ത്രീ എങ്ങനെയെങ്കിലും ഇത് മരിച്ചിട്ട് വരുമാനമാക്കാമെന്ന് വിചാരിച്ച് അതിൻ്റെ മുടി ജ്യൂസൊക്കെ ഇങ്ങനെ കുടിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അവിടുത്തെ SSF യൂണിറ്റ് ആ മയ്യത്ത് തട്ടിയെടുത്ത്, ഗുണ്ടകളെ വിട്ട് തട്ടിയെടുത്ത് ടൗൺ ജുമാഅത്ത് പള്ളിയിൽ, ഒരു മയ്യത്ത് പോലും മറവ് ചെയ്യാത്ത ടൗൺ ജുമാഅത്ത് പള്ളിയുടെ പരിസരത്ത് കൊണ്ടുപോയി ഖബർ പൊക്കി. എന്തിന്? ഈ ദാമോദരൻ എന്ന രുദ്രാക്ഷമാല കെട്ടിയ ഈ അമുസ്ലിമിനെ കൊണ്ടുവന്ന് പൊക്കി. മുസ്ലിമാണ്, ഓച്ചിറ ഉപ്പാപ്പ റളിയല്ലാഹു അൻഹു ആണെന്ന് പറഞ്ഞിട്ട് സമൂഹത്തിൽ അത് വമ്പിച്ച വാർത്തയായി, അല്ലേ? മുജാഹിദുകൾ അതിൻ്റെ എല്ലാ അരമന രഹസ്യങ്ങളും പുറത്തുവിട്ടു. സഹോദരങ്ങളെ, അടുത്ത കാലത്ത് ഏഷ്യാനെറ്റ് പുറത്തുവിട്ട ആ വാർത്ത, ആ ഭാഗം നിങ്ങളൊന്ന് കേട്ടോളൂ. ആലപ്പുഴ, കൊല്ലം ജില്ലകളുടെ അതിർത്തി സ്ഥാനമായ ഓച്ചിറ മതസൗഹാർദ്ദത്തിന് പണ്ടേ പേരുകേട്ട പ്രദേശമാണ്. ഓച്ചിറ പള്ളിയിലെ മക്ബറയിൽ അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു ഔലിയ ആണ് ഓച്ചിറ ഉപ്പൂപ്പ. പുണ്യസ്ഥാനമായി കണക്കാക്കപ്പെടുന്ന ഈ മക്ബറയിലെത്തി ആരെന്ത് പ്രാർത്ഥിച്ചാലും നടക്കുമെന്നാണ് വിശ്വാസം. ആരാണ് ഈ ഓച്ചിറ ഉപ്പൂപ്പ എന്നറിയണ്ടേ? അനുകൂലികളും വിമർശകരും ഏറെയുള്ള ഈ ദിവ്യൻ അരനൂറ്റാണ്ടിന് മുൻപാണ് ഓച്ചിറയിൽ എത്തുന്നത്. ആദ്യമേ കായംകുളത്തായിരുന്നു താമസിക്കേണ്ടത്. കായംകുളത്തുനിന്ന് പിന്നെ ഈ കൃഷ്ണപുരത്ത് വന്ന് കുറെ കാലം താമസിച്ചു. അതിനുശേഷം ഓച്ചിറ അമ്പലത്തിൽ വന്നു. ഓച്ചിറ അമ്പലത്തിൽ അങ്ങനെ താമസിക്കുന്ന കൂട്ടത്തിൽ ഞങ്ങൾ അടുത്ത് സംസാരിക്കാൻ പല പ്രാവശ്യം സംസാരിക്കുകയൊക്കെ ചെന്നു. ആകാരഭംഗിയും തലയെടുപ്പുമുണ്ടായിരുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹത്തിന് ആരെയും ആകർഷിക്കാൻ പോകുന്നൊരു തേജസ്സുമുണ്ടായിരുന്നു. കാണാൻ നല്ല വൃത്തിയുള്ള മനുഷ്യൻ, മുഖത്തൊക്കെ നല്ല ഐശ്വര്യമുള്ള മനുഷ്യനായിരുന്നു. കാണാൻ നല്ല സുമുഖനായിരുന്നു, നല്ല താടിയായിരുന്നു, ഗ്ലാമർ ആയിരുന്നു. നാമമാത്രമായേ അദ്ദേഹം സംസാരിച്ചിരുന്നുള്ളൂ. അതാകട്ടെ തമിഴ് ഭാഷയിലുമായിരുന്നു. ഇദ്ദേഹം പല സ്ഥലങ്ങളിലും അലഞ്ഞു തിരിഞ്ഞ് നടക്കാറുണ്ടായിരുന്നത്രേ. തമിഴാ പറയുന്നത്. എത്ര നാൾ മുമ്പ് ഈ സ്ഥലത്തെത്തിയത്? അത്യാവശ്യം ഒരു 30 കൊല്ലം ആയിട്ടുണ്ട്. എവിടുന്ന് വന്നതെന്ന് വല്ലതും പറഞ്ഞിട്ടുണ്ടോ? വടവാറ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെ ഞാൻ ഇരുന്നത്. കായംകുളത്ത് താമസിക്കുമ്പോൾ അതിനെ എല്ലാവരും വിളിച്ചിരുന്ന പഞ്ചാബി സ്വാമി എന്നാ. ഈ മുക്കടയിൽ താമസിക്കുമ്പോൾ കുറെ കാലം ഉണ്ട് മുക്കട. അതിനുശേഷം ഓച്ചിറ വന്നപ്പോൾ ഓച്ചിറ സ്വാമിയായി. ഓച്ചിറ സ്വാമി അവിടെ ഇരിക്കാൻ തുടങ്ങിയപ്പോൾ കുറെ അവിടെ ഇരിപ്പായി കഴിഞ്ഞപ്പോൾ തന്നെ കുപ്പയിൽ കുപ്പയിൽ സ്വാമി എന്ന് എല്ലാവരും കൂടെ വിളിക്കുക. പേരിന് ഒരു തുണിക്കഷണം മാത്രമായിരുന്നത്രേ വേഷം. ആർക്കു മുന്നിലും കൈനീട്ടുന്ന സ്വഭാവക്കാരനായിരുന്നില്ല ആ മനുഷ്യൻ. പക്ഷേ ആരെങ്കിലും ആഹാര സാധനങ്ങൾ അറിഞ്ഞു നൽകിയാൽ അരയിൽ തിരികെ വയ്ക്കുമായിരുന്നു. ആരോഗ്യം ക്ഷയിച്ച അവസാന കാലത്ത് അലച്ചിൽ നിർത്തിയ ആ മനുഷ്യൻ ഓച്ചിറ ടൗൺ പള്ളിക്ക് സമീപത്തുള്ളൊരു കടത്തിണ്ണയിൽ ഇരിപ്പുറപ്പിച്ചു. അദ്ദേഹം ഇരിക്കുന്ന സ്ഥലത്തിന് തൊട്ടടുത്തായിരുന്നു മാലിന്യ കൂമ്പാരങ്ങൾ കൊണ്ടു തള്ളിയിരുന്നത്. അദ്ദേഹം കുറെ വേസ്റ്റിനകത്ത് ഇങ്ങനെ ഇരിക്കുന്നു. ആ വേസ്റ്റ് കണ്ടാൽ നമുക്ക് ദുർഗന്ധം വരുമെങ്കിൽ തന്നെയും ആ ഇരിക്കുന്ന ഭാഗത്ത് ദുർഗന്ധം എന്ന് പറയുന്ന സംഭവം ഉണ്ടായിട്ടില്ല. ഫ്രൂട്ട്സ് വർഗ്ഗങ്ങൾ അദ്ദേഹത്തിന് കിട്ടുന്നത് അദ്ദേഹം ചിലപ്പോൾ ഒന്ന് കടിക്കും, അല്ലെങ്കിൽ വേണ്ടെന്ന് പറഞ്ഞ് കിട്ടും. അതിന്റെ കൂട്ടത്തിൽ തന്നെ നോട്ടുകൾ. ഈ കടത്തിണ്ണയിലിരിക്കെ കുപ്പസ്വാമി കുപ്പയിൽ ഉപ്പയായി മാറി. അങ്ങനെയാണ് പഞ്ചാബി സ്വാമി പരിണാമ സിദ്ധാന്തത്തിലൂടെ അവസാനം ഓച്ചിറയിൽ ഉപ്പുപ്പയായി മാറിയത്. അപ്പോൾ ആദ്യം പഞ്ചാബി സ്വാമിയായിരുന്നു, പിന്നെ അദ്ദേഹം ദാമോദരൻ അണ്ണാച്ചി അങ്ങനെ വന്ന് പിന്നീട് കുപ്പയിലിരുന്നപ്പോൾ കുപ്പസ്വാമിയായി. എന്നിട്ട് വലിയ കറാമത്തുണ്ടായിരുന്നു. ദുർഗന്ധമുള്ള കുപ്പയുടെ പരിസരത്തിരുന്നാൽ ഒരു ദുർഗന്ധവും കുപ്പയിൽ നിന്ന് വരൂല. കാരണം അതിനേക്കാളും വലിയ ദുർഗന്ധമാണ് ഇതിൻ്റെ ഈ ശരീരത്തിൽ നിന്ന് വരിക. അത് കറാമത്താ ആണോ? ദുർഗന്ധം അടിക്കുന്ന കുപ്പയുടെ പരിസരത്തിരുന്നാൽ കുപ്പക്ക് ദുർഗന്ധം ഉണ്ടാവില്ല. അതെന്ത് കറാമത്താ? അപ്പൊ സഹോദരങ്ങളെ, താടി നീട്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ നല്ല കാണാൻ മൊഞ്ചുണ്ട്, സുമുഖനാണ്. ഇതുകൊണ്ടൊന്നും ഔലിയ പട്ടം കൊടുക്കാൻ പറ്റൂല. ഔലിയ പട്ടത്തിനുള്ള ഗുണം ഖുർആൻ പറഞ്ഞു, അലാ ഇന്ന ഔലിയ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അറിയണം, അല്ലാഹുവിൻ്റെ ഔലിയാക്കന്മാരാരാണ്. അവരൊരിക്കലും ഭയപ്പെടേണ്ടതില്ല, വിഷമിക്കേണ്ടതില്ല. കാരണം അവർ നിസ്കരിക്കാത്തതുകൊണ്ടല്ല, അവർ ഔറത്ത് മറക്കാത്തതുകൊണ്ടല്ല, അവരിങ്ങനെ 40 തടിയും പറഞ്ഞിട്ട് കഞ്ചാവും കള്ളും അടിച്ച് നടക്കുന്നത് കൊണ്ടല്ല. മറിച്ചല്ലദീന ആമനു വഖാനു യത്തഖൂൻ, അവർ അല്ലാഹുവിൽ ദൃഢമായി വിശ്വസിക്കുന്ന, തൗഹീദ് ഉൾക്കൊള്ളുന്ന, അതോടൊപ്പം തന്നെ നല്ല സൂക്ഷ്മതയുള്ള ജീവിതം നയിക്കുന്നവരായിരുന്നു. അപ്പോൾ ഫർളും സുന്നത്തും എടുത്ത് രാജകീയമായ ഇബാദത്തുകളിലൂടെ ജീവിച്ച് ഹറാമിൽ നിന്ന് മുക്തമായി ജീവിക്കുന്നവരാണ്.
ആ ഔലിയാക്കന്മാരെ ഞങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷേ സമൂഹത്തിൽ ഔലിയ എന്ന് പറഞ്ഞാൽ താടിയൊക്കെ നീട്ടി മുറുക്കി തുപ്പി കട്ട പിടിച്ച് കുളിക്കാതെ തിരുമ്പാതെ നഖമൊക്കെ നീട്ടി മൂത്രം മലം ഒക്കെ കഴുകി വൃത്തിയാക്കാതെ അങ്ങനെ പുറപുറത്ത് നടക്കുന്നവരെ കണ്ട ഔലിയ വന്നു അല്ലേ? വയനാട് കാസർഗോഡ് ഭാഗങ്ങൾക്കൊക്കെ അന്ധവിശ്വാസത്തിന് നല്ല വളക്കൂറുള്ള മണ്ണായി മാറിയത് എന്താ? ഈ ഔലിയാക്കന്മാരെ പറ്റിയുള്ള തെറ്റായ ധാരണയാണ്. ഏതെങ്കിലുമൊക്കെ വല്ല പെണ്ണ് കേസിലോ പിടിപിട്ട പിന്നെ മാഫിയ കേസിലോ ബ്രൗൺ ഷുഗർ കേസിലോ ഒക്കെ പിടിച്ച